ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ച ചില സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിൽ ഉണർത്തുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി എഡ് കോഴ്സിന് ഈ വർഷം അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായും അപ്ഡേറ്റായും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ബി എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സമയം, അതേപോലെ തന്നെ പുറമേയുള്ള യൂണിവേഴ്സിറ്റികളുടെ പ്രാധാന്യമൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ച ചില സംശയങ്ങളാണ് നിങ്ങൾക്ക് മറുപടി തരുന്നത്. അതിലൊന്നാമതായിട്ട് പറയുവാനുള്ളത്, നിലവിൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത് 2024 അധ്യയന വർഷത്തെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സമയം ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലാണ് അപേക്ഷ വിളിക്കുകയുള്ളൂ. ഇനി അതോടൊപ്പം തന്നെ കേരളത്തിന് പുറമേയുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയേണ്ടത്, ഞാൻ ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ അവസാനം വരെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് പറയേണ്ടത്, നിലവിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കുവാൻ സാധിക്കുന്ന പുറമേയുള്ള യൂണിവേഴ്സിറ്റി, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അപേക്ഷയാണ്. അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പ്രധാനപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റി, അതേപോലെ അലിഗഡ് യൂണിവേഴ്സിറ്റി പോലുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ ബി എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, CUET, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ് CUET PG 2024 എന്ന് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് CUET ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ബി എഡിൻ്റെ അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ഈ ഒരു ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഇനിയും അപേക്ഷ കൊടുത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ബി എഡ് കോഴ്സ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. ലാസ്റ്റ് ശ്രദ്ധിക്കുക, നിലവിൽ ജനുവരി 31 വരെയാണ്. ഓൾറെഡി ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31 വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് CUET PG കോമൺ ആയിട്ട് നടത്തുന്ന എൻട്രൻസ് ടെസ്റ്റ് ആയിരിക്കും. ആ എൻട്രൻസ് ടെസ്റ്റിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ മാർക്കിനെ, ഈ ഒരു എൻട്രൻസ് എക്സാമിൽ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള, നിങ്ങൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണോ ബി എഡ് കോഴ്സ് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുള്ളത് ആ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കും. മാത്രമല്ല അത് വളരെ ടൈറ്റായിട്ടുള്ള ഒരു എക്സാം തന്നെയായിരിക്കും. നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അഡ്മിഷൻ ലഭിച്ചാലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള സെമസ്റ്റർ ഫീ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടാകും. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കൃത്യമായിട്ടുള്ള കോളേജിൻ്റെ ഫീസ് സ്ട്രക്ചർ നിങ്ങൾക്ക് പ്രോസ്പെക്ട്സ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫീസ് കൊടുത്തുകൊണ്ട് തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ, രാജ്യത്തെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ബി എഡ് കോഴ്സ് പഠിക്കുവാൻ സാധിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ ഡൽഹി, അലിഗഡ് പോലെ യൂണിവേഴ്സിറ്റികൾ, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി മാത്രമാണ് ബി എഡ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇനി കൂടാതെ രാജ്യത്തിന് പ്രധാനപ്പെട്ട, കേരളത്തിന് പുറമേയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനാണ്. അതായത് കേരളത്തിലെ 4 യൂണിവേഴ്സിറ്റികൾ അഡ്മിഷൻ വളരെ പരിമിതമായതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി, അതിൻ്റെ പ്രാധാന്യം, കേരളത്തിൽ അംഗീകാരമുണ്ടോ, ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് തുടർ പഠനമോ അല്ലെങ്കിൽ ജോലിയോ നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് പറയേണ്ടത്, അതായത് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി നിലവിൽ, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് രൂപീകരിച്ച യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അതായത് തമിഴ്നാട് സ്റ്റേറ്റിൽ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, അതായത് ടീച്ചേഴ്സിൻ്റെ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരുപാട് ടീച്ചേഴ്സിനെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച യൂണിവേഴ്സിറ്റിയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കോളേജുകൾ, തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ ഒരുപാട് കോളേജുകൾ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കോളേജുകളിൽ കേരളത്തിലെ ഈക്വലൻസി കൃത്യമായിട്ട് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ നിലവിലത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ MG യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ നിങ്ങൾക്ക് ഈക്വലൻസി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡയറക്റ്റായിട്ട് നിങ്ങൾ ജസ്റ്റ്, കാരണം ഒരുപാട് വിദ്യാർത്ഥികളെ ഈക്വലൻസിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുന്നത്, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി, ഫോർ എക്സാമ്പിൾ നിങ്ങൾ MG യൂണിവേഴ്സിറ്റി ഈക്വലൻസി ലിസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പേജിൽ കയറുവാനും ഏത് യൂണിവേഴ്സിറ്റിയാണോ
തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനാണ്. ജസ്റ്റ് ടൈപ്പ് ചെയ്യുക. അതേപോലെ കോഴ്സ് B.Ed ആക്കുക. അതേപോലെ റെഗുലർ ഓൺ ഡിസ്റ്റൻസ് എന്ന രീതിയിൽ കൊടുക്കുക. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ് അംഗീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ MG യൂണിവേഴ്സിറ്റിയും അതേപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷനിൽ B.Ed കോഴ്സ് റെഗുലർ B.Ed കോഴ്സിന് അംഗീകാരം നൽകുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്, അതായത് പല നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ സെമസ്റ്റർ ഫീ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കുവാൻ സാധിക്കുന്ന റെഗുലർ കോഴ്സാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ B.Ed. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്തവർക്ക് വളരെ കൃത്യമായ രീതിയിൽ ഒരുപാട് കോളേജുകളും കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്ന, ഒരുപാട് സീറ്റുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു യൂണിവേഴ്സിറ്റി ആശ്രയിക്കുവാൻ സാധിക്കുന്നതാണ്. നിലവിലത്തെ സാഹചര്യത്തിൽ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ കീഴിൽ അഡ്മിഷന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സംശയങ്ങൾക്കും അതേപോലെ തന്നെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സഹായങ്ങൾക്കും നിങ്ങൾക്ക് താഴെ കൊടുത്ത നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുവാൻ സാധിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അഡ്മിഷൻ നിങ്ങൾ തയ്യാറെടുക്കുക. മാത്രമല്ല പല മേഖലയിലും ഒരുപാട് ഫീസൊക്കെ കൊടുത്ത് നിങ്ങൾ പഠിക്കുന്ന സാഹചര്യമുണ്ട്. ഇനി ഈ പല യൂണിവേഴ്സിറ്റികളും പറയാത്ത ഫീസിനേക്കാൾ ഒരുപാട് ഡൊണേഷനൊക്കെ ചോദിച്ച് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവരുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ജസ്റ്റ് സെമസ്റ്റർ ഫീം ജസ്റ്റ് കേവലം ഒരു മാനേജ്മെൻറ്റ് ഫീ മാത്രം കൊടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റി തന്നെയാണ് തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹായങ്ങൾക്കും നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ഐഡിയ ഉണ്ടാക്കിയിട്ട് മാത്രം അഡ്മിഷൻ എടുക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് എടുക്കേണ്ടത്. ഇനി കേരളത്തിലെ യൂണിവേഴ്സിറ്റി നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ മാസത്തിൽ മാത്രമാണ്. ഇനി അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അതായത് ഏകദേശം B.Ed കോഴ്സിൻ്റെ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നോർമലി ഒരു റെഗുലർ സീറ്റിലോട്ട്, അതായത് മെറിറ്റ് സീറ്റിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ ഏകദേശം മിനിമം 80% മുകളിൽ. ഇനി സാധാരണ രീതിയിൽ കഴിഞ്ഞ വർഷമൊക്കെ അറൗണ്ട് 90% അതിന് മുകളിൽ ഉള്ളവർക്ക് മാത്രമാണ് റെഗുലറായിട്ടുള്ള സീറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്ക് വളരെ കുറഞ്ഞവരാണെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ബന്ധപ്പെട്ട കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. എന്നാൽ ഓൾമോസ്റ്റ് പല കോളേജുകളും നേരത്തെ തന്നെ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് അടുത്ത വർഷത്തേക്കുള്ള, അതായത് ഈ വർഷത്തേക്കുള്ള സീറ്റ് വരെ കഴിഞ്ഞ വർഷം തന്നെ ബുക്ക് ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മാനേജ്മെൻറ്റിനെ ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം മാത്രം നിങ്ങൾ സീറ്റ് നിങ്ങൾ ഉറപ്പിക്കുക. പല സെൻറ്ററുകളും ഒരുപാട് സീറ്റ് മാനേജ്മെൻറ്റ് ഒരുപാട് ഡൊണേഷനൊക്കെ വാങ്ങുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അത്രയും ഡിമാൻഡ് ആയതുകൊണ്ടാണ് ഈ ഒരു മേഖലയിലോട്ട് ഇത്രയും ഡിമാൻഡ്. ഡൊണേഷൻ ഫീ പോലും പല കോളേജുകളും 1 ലക്ഷത്തിന് മുകളിലേക്ക് വാങ്ങുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രാധാന്യം, ഇതിൻ്റെ ഇത്രയും കോഴ്സിൻ്റെ ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കാത്തൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ തമിഴ്നാട് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ്റെ ഈ ഒരു B.Ed കോഴ്സ് നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ കേരളത്തിലെ ജസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ വാങ്ങുന്ന സെമസ്റ്റർ ഫീ മാത്രമാണ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ ജസ്റ്റ് കോൺടാക്ട് ചെയ്യുക. നിങ്ങളെ കൃത്യമായിട്ട് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇതുവരേക്കും തൽക്കാലം വിടാം. ഇറ്റ്സ് മീ സവാദ് അടിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.